guys, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു ടൈം ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ലെക്സാഡെർം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പീലിംഗ് ആൻഡ് എക്സ്ഫോലിയേറ്റിംഗ് ഫുഡ് മാസ്ക് ആണ് ഇത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായതാണ്. കുറച്ച് കാലമായി ഞാനിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ കാലം അത്യാവശ്യം നല്ലോണം ഡ്രൈ ആണ്, പിന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 8 to 10 days നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിന്ന് ഫുള്ള് റിമൂവ് ആയി പോവും. പീലായി റിമൂവ് ആയി പോവാണ് ചെയ്യുക. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അങ്ങനെ ഈ സാധനം എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. എന്നെ പോലെ അത്യാവശ്യം ഡ്രൈയും പിന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എന്തായാലും നമുക്ക് ഇതിലെ ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് പറയുന്നത് നമ്മുടെ കാല് ആദ്യം നല്ലോണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആക്കാണ് വേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കവറിന്റെ ഉള്ളിൽ 2 സോക്സ് ആണ് വരുന്നത്, അതായത് ഒരു പെയർ സോക്സ് ആണ് വരുന്നത്. അത് നമ്മളൊരു 90 to 120 മിനിറ്റ്സ് കാലിൽ വെയർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്തിട്ട് ജെന്റ്ലി ഒന്ന് കാല് വാഷ് ചെയ്താൽ മതി. ഒരു 3 to 5 days ആണ് സ്കിൻ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് 8 to 10 days ഡ്രൈ സ്കിന്ന് ഫുള്ള് റിമൂവ് ആയി പോകും, പീലായി പോകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ ഫുട്ടിന്റെ ഇനീഷ്യൽ കണ്ടീഷൻ. അത്യാവശ്യം നല്ലോണം ഡ്രൈ ആണ്, പിന്നെ ഡെഡ് സ്കിന്നും ഉണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്താണ് മാറ്റം വരുന്നത് നമുക്ക് കാണാം. നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് ഞാൻ കാലിന്. അപ്പം നമുക്ക് ഈ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന്. അപ്പം ഞാനൊരു നെയിൽ റിമൂവർ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നെയിൽ പോളിഷ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. മെറൂൺ കളർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് അവിടെയൊക്കെ ഉണ്ട്, അത് സാരില്ല. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കും, അപ്പോൾ അതൊക്കെ റിമൂവ് ആയിക്കോളും. ഇനി നിങ്ങളുടെ കാല് നോർമൽ വാട്ടറിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് കാല് ഫുള്ളൊന്ന് ഒപ്പി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സീലൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവർ പറയുന്ന പോലെ ഇതിൽ ഒരു പെയർ സോക്സ് വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു വൈറ്റിൽ വയലറ്റ് കളർ അതെ ലൈൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്യണം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കത്രിക എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ വലിച്ചാൽ. അപ്പൊ ഞാൻ കട്ട് ചെയ്തത് 2 ആക്കിയിട്ടുണ്ട്. അത്ര സ്മെല്ലൊരു സുഖമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ വേറൊരു ലെയർ കാണാൻ പറ്റും. കണ്ടോ, ഒരു നടുക്കൊരു ലെയർ. അപ്പൊ ഈ ഒരു ലെയർ നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് വരുന്ന പോലെയാണ് നമ്മളിത് വെയർ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാ കാണാൻ പറ്റുക. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ലെയർ ഉണ്ട്. അപ്പൊ ഈ ഒരു ലെയർ അടിയിൽ വരുന്ന പോലെയാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. കാലില് അടിഭാഗത്താണ് ആ ഒരു ലെയർ വരേണ്ടത്. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് പറിക്കാം. അതിങ്ങനെ പറിച്ചതിന് ശേഷം അത്യാവശ്യം നല്ലോണം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഈ കാലിനും കൂടി ഇതിട്ട് കൊടുക്കാം. ആ ലെയർ അടിയിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഈ ഒരു സ്റ്റിക്കർ, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ് പറിച്ച് കളയേണ്ടത്. അത് പറിച്ച് കളഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 90 to 120 മിനിറ്റ്സ് ഇതിങ്ങനെ കാലിൽ കിടക്കട്ടെ. അപ്പൊ നമ്മുടെ ഫുഡ് മാസ്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 90 to 120 മിനിറ്റ്സ് ഇത് കാലിൽ തേന വെക്കണം. അതായത് ഒരു 1.5 തൊട്ട് 2 മണിക്കൂർ വരെ നമ്മളിത് കാലിൽ വെച്ചതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്.
പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇന്ന് എൻ്റെ 11th ഡേ ആണ്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ കാല് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഡ്രൈ സ്കിന്നും ഡെഡ് സ്കിന്നും ഒക്കെ ഫുൾ പീലായി റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും കാലിൽ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്ക്രബ് ചെയ്യും, പിന്നെ പാർലറിലൊക്കെ പോയിട്ട് പെഡിക്യൂറും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. അപ്പൊ അത്രയും ഒരു എമൗണ്ട് ഒന്നും ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു 10 days വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കാലിൽ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനാണെങ്കിൽ, ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കയ്യിൽ ഗമ്മൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ പറഞ്ഞു വരുമല്ലോ, ലെയർ ഫുൾ ലെയർ പോലെ, അങ്ങനെ പറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ കാലിൽ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. എന്റെ കാലിൽ ഡ്രൈ സ്കിന്ന് മെയിൻ ആയിട്ട് മടമ്പിന്റെ ഏരിയയിലും പിന്നെ മുകൾ ഭാഗത്തുമാണ് ഉണ്ടായത്. ആർച്ചിൽ അങ്ങനെ എനിക്ക് ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എനിക്ക് അങ്ങനെ പീലായി പോയിട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യം എനിക്ക് മടമ്പിന്റെ ഏരിയയിൽ നിന്നാണ് ഡ്രൈ സ്കിന്ന് റിമൂവ് ആയി പോകാൻ തുടങ്ങിയിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ഒരു 6 days ഒക്കെ എടുത്തപ്പോഴായിരുന്നു തോന്നുന്നുണ്ട്, ഞാൻ കറക്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പൊ 6 days ഒക്കെ ആയപ്പോഴായിരുന്നു തോന്നുന്നുണ്ട് മുകൾ ഭാഗത്ത് നിന്ന് പീലായി പോകാൻ തുടങ്ങിയിട്ടുണ്ടായത്. മെല്ലെയാണ് പീലായി പോകുന്നുണ്ടായത്. അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പീൽ ആവാൻ തുടങ്ങുന്ന ടൈം നിങ്ങൾ ഒരിക്കലും അത് ഹാർഷായിട്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വേദന എടുക്കും, പിന്നെ നമ്മുടെ സ്കിൻ അവിടെ ഡാമേജ് ആവും, നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതിന് പകരം ഈ പ്രൊഡക്റ്റിന് അതിന്റെ ടൈം കൊടുക്കുക. എന്തായാലും ഒരു 11 days ആകുമ്പോഴേക്ക് നമ്മുടെ കാല് ഫുൾ ആയിട്ട് ക്ലിയർ ആയി നല്ല സോഫ്റ്റ് ആവും. എന്റെ കാലിപ്പോൾ അത്യാവശ്യം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു 11 days ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. സ്ക്രബ് ചെയ്യുമ്പോഴും നമ്മുടെ പുതിയ സ്കിന്നും കൂടിയിട്ട് ഡാമേജ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു 10 days ജസ്റ്റ് കാലിന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. ഞാൻ നല്ലോണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഷോക്സ് യൂസ് ചെയ്തിട്ടായിരുന്നു കിടക്കുന്നുണ്ടായത്. എൻ്റെ അടുക്ക് ഒരു സിലിക്കൺ ഷോക്സ് ഉണ്ട്, ഞാനൊരു 3-4 മാസത്തോളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷോക്സ് ആണ് അത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മുടെ കാല് സോഫ്റ്റ് ആവാൻ സഹായിക്കും. നമ്മളിപ്പോൾ നൈറ്റ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്രീം ഇട്ട് പിന്നെ നമ്മൾ കിടക്കുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റിലായിട്ട് ക്രീം റിമൂവ് ആയിപ്പോവും. അതിന് പകരം സിൽക്കന്റെ ലെയർ വരുന്ന ഒരു ഷോക്സ് ആണ്. ഈ ഷോക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം ഒരിക്കലും റിമൂവ് ആയി പോവില്ല. ആ ക്രീം നമ്മുടെ കാലിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മോർണിംഗ് എണീറ്റതിന് ശേഷം ഷോക്സ് റിമൂവ് ചെയ്തിട്ട് കാല് ജെന്റ്ലി ഒന്ന് വാഷ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടായത് ഈ 10 days ഞാൻ ജസ്റ്റ് കുളിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പുറത്തു പോയി വന്നാലൊക്കെ കാല് ജെന്റ്ലി വാഷ് ചെയ്യും. പിന്നെ നൈറ്റ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ തേച്ച് ഷോക്സ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഡ്രൈ സ്കിൻ ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ വെറുതെ പാർലറിലൊന്നും പോയി ടൈം കളയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്താൽ തന്നെ എന്തായാലും നിങ്ങൾക്ക് 100% റിസൾട്ട് കാണും. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് 5 star എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഇവിടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.